ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഒന്നാം വ്യാവസായിക വിപ്ലവം വേഴ്സസ് രണ്ടാം വ്യാവസായിക വിപ്ലവം, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൽ, അതായത് ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കാം. കണ്ടുപിടുത്തങ്ങൾ. ആദ്യമായി രണ്ട് വ്യാവസായിക വിപ്ലവത്തിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൽ കണ്ടെത്തിയതാണ് സ്പിന്നിങ് ജെന്നി, നീരാവി യന്ത്രം. അതേപോലെ രണ്ടാം വ്യാവസായിക വിപ്ലവത്തിൽ കണ്ടെത്തിയതാണ് ബെസ്റ്റമസ് സ്റ്റീലും അതേപോലെ വൈദ്യുതിയും. ഇനി ഗതാഗതം ഏത് തരത്തിലായിരുന്നു എന്ന് നോക്കാം. ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൽ കനാലുകൾ, ആദ്യകാല റെയിൽവേ വഴി ഇതിലൂടെയായിരുന്നു ഗതാഗതം നടത്തിയിരുന്നത്. രണ്ടാം വ്യാവസായിക വിപ്ലവത്തിലോ ഭൂഖണ്ഡാന്തര റെയിൽവേ, കാറുകൾ, ഇതൊക്കെ ആ ഒരു രണ്ടാമത്തെ ഇതായപ്പോഴേക്കും ഉയർന്നു വന്നിട്ടുണ്ട്. അതേപോലെ തൊഴിൽ. ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൽ ബാലവേല, ദീർഘനേരം ജോലി, ഇതൊക്കെയായിരുന്നു ആളുകളെ കൊണ്ട് ചെയ്യിച്ചിരുന്നത്. പക്ഷേ രണ്ടാം വ്യാവസായിക വിപ്ലവത്തിൽ എന്ത് സംഭവിച്ചു? യൂണിയനുകൾ ഉയർന്നു വന്നു, മെച്ചപ്പെട്ട സാഹചര്യങ്ങളും ഉയർന്നു വന്നു. ഇനി സാമ്പത്തിക ശ്രദ്ധ. ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൽ അവർ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിരുന്നത് എന്തിലായിരുന്നു? തുണിത്തരങ്ങളിലായിരുന്നു. എന്നാൽ രണ്ടാം വ്യാവസായിക വിപ്ലവത്തിലോ ഉരുക്ക്, എണ്ണ, വാഹനങ്ങൾ, കുത്തകകൾ, ഇതിലായിരുന്നു രണ്ടാം വ്യാവസായിക വിപ്ലവത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇനി ഒന്നാം വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ബ്രിട്ടനും രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? USA, ജർമ്മനി. ഇനി ഒന്നാം വ്യാവസായിക വിപ്ലവം എന്ന് മുതലാണ് തുടങ്ങിയത്? 1760 മുതൽ. ഇനി രണ്ടാം വ്യാവസായിക വിപ്ലവം, ഒന്നാം വ്യാവസായിക വിപ്ലവം 1760 to 1840 വരെയായിരുന്നു. എന്നാൽ രണ്ടാം വ്യാവസായിക വിപ്ലവം 1840 to 1914 വരെ. ഓക്കെ, അപ്പോൾ ഒന്നാം വ്യാവസായിക വിപ്ലവം 1760 മുതൽ, ഓക്കെ, 1760 മുതൽ 1840 വരെയും രണ്ടാം വ്യാവസായിക വിപ്ലവം 1840 മുതൽ 1914 വരെയും. അപ്പോൾ ഓക്കെ.